ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാൻ നടന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇന്നൊരു ഓട്ടോ ഉണ്ട്. നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോയി വണ്ടിയും പിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി കാണിക്കേട്ട് അമ്മ പറഞ്ഞുകൊണ്ടാണ്. അവിടെ നിന്ന് നേരെ നാദർശയും പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വഴുതക്കാട് വുമൻസ് കോളേജിൻ്റെ ബാക്കിലുള്ള മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ നിന്നാണ് നമുക്കിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. അവിടുത്തെ കുറച്ച് സ്റ്റാഫുകളും കൊണ്ട് കൊല്ലത്തൊരു കല്യാണത്തിലാണ് പോകുന്നത്. അപ്പം വണ്ടി കയറിയപ്പോൾ മുതലേ അവർ എൻജോയ്മെൻ്റ് അങ്ങ് തുടങ്ങി. അങ്ങനെ വൈബടിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്രണ്ടിൽ കൂടെ ഷൈലോക്കിൻ്റെ വണ്ടി റോഡ് നിറഞ്ഞു പോകുന്നത്. ഇത് കാരണം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയായി. അവിടെ നിന്ന് നേരെ നമ്മൾ MC റോഡ് കട്ട് ചെയ്ത് നേരെ ഇനി വിടുന്നത് കൊട്ടാരക്കരയിലോട്ടാണ്. ഇവർക്ക് ഗണപതി ക്ഷേത്രത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും റോഡ് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ടും സമയം ലേറ്റായതുകൊണ്ടും നമുക്കിവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ മെയ് ദിനമായതുകൊണ്ട് റോഡ് ഷോ ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ കോൺഗ്രസ്സുകാരും മറു സൈഡിൽ കമ്മ്യൂണിസ്റ്റുകാരും. ഇവരെ രണ്ടുപേരുടെയും പരിപാടിയും കണ്ടുകൊണ്ട് നമ്മൾ നേരെ മണ്ഡപം ലക്ഷ്യമാക്കി മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളവിടെ എത്തിയപ്പോഴേക്കും കല്യാണം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. നമ്മൾ അതിന് മുന്നേ ഫുഡ് കിട്ടുമെന്ന് ഒരു റൗണ്ട് കറങ്ങിയായിരുന്നു. കിട്ടാത്തതുകൊണ്ടാണ് വീണ്ടും വന്ന് ഇവിടെ ഇരുന്നത്. ഇതാണ് നമ്മുടെ കൂടെ വന്ന ഫുൾ ടീം. നമ്മൾ തിരുവനന്തപുരത്തുള്ളവർക്ക് പുറത്തുള്ള സദ്യ ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ല. സോ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ 49 സീറ്റ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടു. എവിടെ പോയാലും ഇതുപോലെ ബസ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ വണ്ടി കൊണ്ടിടും. വേറെ എന്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കും ഇതുപോലത്തൊരു ബസ് എടുക്കാൻ ആഗ്രഹമുണ്ട്. എന്നെങ്കിലും ഞാൻ എടുത്തിരിക്കും. അങ്ങനെ കസ്റ്റമറൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. നേരെ ഇനി ഇവരെയും കൊണ്ട് ഒരു ക്ഷേത്രത്തിലും കൂടെ പോകണം. ക്ഷേത്രം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തുള്ള ഓച്ചിറ ക്ഷേത്രത്തിലാണ്. അങ്ങനെ ഓച്ചിറയിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ അകത്ത് കയറിയപ്പോൾ ഒടുക്കത്തെ ചൂടാണ്. ഞാനൊന്ന് ആവശ്യം ഒരു റൗണ്ട് കറങ്ങിയിട്ട് ഒരു വെള്ളവും കുടിച്ചിട്ട് നേരെ ചുറ്റുമുള്ള വണ്ടികൾ കാണാൻ ഇറങ്ങി. നമ്മുടെ വണ്ടി ഇട്ടതിൻ്റെ ചുറ്റും തിരുവനന്തപുരത്തുള്ള വണ്ടികൾ തന്നെയായിരുന്നു. ഓരോന്നോരോന്ന് ഓടി നടന്ന് ഞാൻ വീഡിയോസ് എടുത്തു. അങ്ങനെ അമ്പലത്തിൽ പോയവരൊക്കെ തിരിച്ചെത്തി. വണ്ടി കയറിയപ്പം തൊട്ട് തുള്ളാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 3 മണിയായി. ഇവരുടെ സ്റ്റാമിന സമ്മതിക്കണം. ആദ്യമായിട്ടാണ് ഒരു കല്യാണ ട്രിപ്പിന് പോകുമ്പോൾ ഇത്രയും ഡാൻസ് കളിച്ച് പോകുന്ന ഒരു ടീമിനെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ തൊട്ട് ബാക്കിൽ മേഘയുടെ ഫുൾ ഗ്ലാസ് മാർക്കോ പോളോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരെ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് തിരുവനന്തപുരത്തെ ബ്ലോക്കിൽ ഞാനും ആദർശപ്പെട്ടു. അവിടെ നിന്ന് ഞാൻ മാത്രം നേരെ വീട്ടിലെത്തി. എന്നിട്ട് നേരെ വണ്ടി വാഷ് ചെയ്യാൻ പോയി. വണ്ടിയിൽ കുറച്ച് ഛർദിലുണ്ടായിരുന്നു. കൈയോടെ കഴുകിയില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ വണ്ടി കഴുകി കുട്ടപ്പനാക്കി ഒരു മനസുഖം കിട്ടി. ഇനി വണ്ടിയുടെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു ടാസ്ക്കാണ്. ഇത്രയും കുപ്പികളുണ്ട്. ഇതെല്ലാം പറക്കി വിട്ടിട്ട് വേണം ഈ വണ്ടിയുടെ EMI അടയ്ക്കാൻ. അപ്പോൾ ശരി, ബൈ.